ആൾക്കാരാണ് എനിക്ക് പേടി. ആക്ച്വലി എവിടെയെങ്കിലും സൈഡിൽ കൊണ്ട് നിർത്തും, മിറർ നോക്കുമോ വണ്ടി വരുന്നുണ്ടോ ഒന്നും നോക്കൂല, ചുമ്മാ അങ്ങ് ചാടും. ക്ലിയർ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ കയറാവുള്ളൂ. ലെറ്റ്സ് സീ. മഴ പെയ്യല്ലേ, മഴ പെയ്യല്ലേ. ഓ, ഇവിടെ എന്തോ വണ്ടി ഇരിക്കുന്നു. ഓഫ് റോഡ് ബിഗിൻസ് എന്നൊക്കെ വേണേൽ പറയാം. എന്റെ വോയിസിനേക്കാളും കൂടുതൽ റേഡിയേറ്ററിന്റെ സൗണ്ട് ആയിരിക്കും വരുന്നത്. നല്ല അടിപൊളി ഓഫ് റോഡാണ്. ഇപ്പോഴേ പറഞ്ഞേക്കാം, നല്ല തോട്ടിലോ പുഴയിലോ കൊണ്ട് ഇട്ടേക്കരുത്, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ട. പക്ഷെ മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട്. അത് കാരണം പണി കിട്ടുമോ എന്നറിയില്ല. ചേട്ടാ, ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കിയവനെ എങ്ങാനും എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയ അവനെ കുനിച്ചേർത്ത് കൂന്നിട്ടിടിക്കണം. സിറ്റുവേഷൻ ആണെങ്കിൽ അവിടുത്തെ ഡേഞ്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇപ്പോൾ ഒരു ടോറയുടെ അകത്തോടെ വാവ്. ട്രിപ്പ് പോകാൻ, അതും സോളോ ആയിക്കോട്ടെ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ട്രിപ്പ് പോകാൻ എനിക്ക് ബൈക്കാണ് ഇഷ്ടം. അങ്ങനൊക്കെ മര്യാദക്കുള്ള വഴി കാണിച്ചെന്ന് എന്താ കുഴപ്പമില്ല, ശരിയാണല്ലേ കാര്യം. സോ വാട്ട്സ്ആപ്പ് ലവ്ലി പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ആക്ച്വലി റൈഡ് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. സോ ഇന്ന് വരെ ഞാൻ പോകാത്തൊരു സ്ഥലമാണ്, ബട്ട് വഴി കുറച്ച് സിമിലറാണ്. നേരത്തെ 1-2 പ്രാവശ്യം ഞാൻ പോയ സെയിം വഴി കൂടെ തന്നെയാണ് പോകുന്നത്. ആൻഡ് ഇന്നത്തെ റൈഡ് കുറച്ച് ലേറ്റായിപ്പോയി. സമയം ഇപ്പം നിലവിൽ 10:35 ആയിട്ടോ. ബട്ട് ഒരു 3 hours നമ്മളെത്തും, ആൻഡ് ഒരു 3 hours തിരിച്ചെത്തും. സോ ഇന്ന് നമ്മൾ റൈഡ് പോകുന്നത് നമ്മുടെ ഡ്യൂക്ക് 200 ആൻഡ് എൻ്റെ സിവിക്ക് അവിടെയുണ്ട്. നമ്മുടെ എൻഡോർക്ക് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇവിടെ മഴ ആയതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ. സോ ഞാനിന്ന് ആക്ച്വലി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് സത്രം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. സോ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. ബേസിക്കലി ഇന്ന് ഞാൻ ആക്ച്വലി നമ്മളൊരു ഫ്രണ്ട് സബ്സ്ക്രൈബറാണ് നമുക്ക് ഈ ഒരു സ്ഥലം പറഞ്ഞു തന്നത്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഞാനും ഇന്ന് വരെ അവിടെ പോയിട്ടില്ല. ഞാൻ കുട്ടിക്കാനം വരെ പോയിട്ടുണ്ട്. കുട്ടിക്കാനം വരെ പോയത് ഉള്ളതല്ലാതെ ഞാൻ ഇന്ന് വരെ അവിടം വരെ പോയിട്ടില്ല. ആൻഡ് ഇത് എനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാനും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ. സോ ഞാൻ ട്രിപ്പ് 0 ആക്കി വീട്ടിൽ നിന്ന്. ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ ഫ്യൂൽ പമ്പിൽ കയറിയിട്ടൊരു 5 ഓൾറെഡി ഒരു ഹാഫ് ടാങ്ക് കൊണ്ട്, എന്നാലും ഒരു സേഫ്റ്റിക്ക് ഒരു 5 ലിറ്ററും കൂടെ അടിച്ചേക്കാം. എന്നിട്ട് റൈഡ് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. കാരണം ഇവിടെ 1 നയറ പമ്പിൽ വിലക്കുറവുമാണ്, 2 നയറ എന്നാണ് ഞാൻ മോസ്റ്റ്ലി പെട്രോൾ അടിക്കുന്നത്. കാരണം എനിക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നത് ആ ഒരു പമ്പിൽ നിന്നാണ്. ഇതിപ്പോൾ നിലവിൽ നമ്മൾ കൊറോലങ്ങാട് ടൗൺ എത്തി. ഇവിടെയാണ് നമ്മുടെ ദേവമാതാ കോളേജ്, എൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ ഗേൾസ് സ്കൂള്, അതിൻ്റെ ഫ്രണ്ടിൽ ദേവമാതാ കോളേജ്. നമ്മളിന്ന് ആക്ച്വലി പോകുന്നത് സത്രം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. സത്രം എന്ന സ്ഥലം ലൈക്ക് കുട്ടിക്കാനത്ത് അപ്പുറത്താണ്. അപ്പോൾ ഞാൻ കുട്ടിക്കാനമൊക്കെ ഒരുപാട് തവണ പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ എൻ്റെ എൻഡോർക്ക് എടുത്തിട്ട്
എടുത്തതിൻ്റെ ഫസ്റ്റ് സർവീസിന് മുമ്പായിട്ട് ഞാൻ വാഗമൺ കുട്ടിക്കാനം എല്ലാം പോയതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് ഡിസംബറിൽ നമ്മൾ വാഗമണ്ണും കുട്ടിക്കാനം എല്ലാം കറങ്ങിയിട്ട് വന്നതാണ്. ബട്ട് ഇങ്ങനൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ പോയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു. ഇന്ന് ആക്ച്വലി ഞാൻ വേറൊരു സ്ഥലം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പിന്നെ അത് എൻഡിൽ പ്ലാൻ മാറ്റി. കാരണം ഞാൻ ഓൾറെഡി അവിടെ പോയിട്ടുള്ള ഒരു പ്രാവശ്യം. അതുകൊണ്ട് പിന്നെ ഈ ഒരു സ്ഥലം കംപ്ലീറ്റ്ലി ന്യൂ ആണ്. കുട്ടിക്കാനത്തിന് ശേഷമുള്ള വഴിയെല്ലാം കംപ്ലീറ്റ്ലി ന്യൂ ആണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്നലെ പിന്നെ മഴയും കൂടെ, ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് നല്ല മഴയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. ഐ ആം റിയലി എക്സൈറ്റഡ്. കാരണം എനിക്ക് റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബുണ്ട്. അതെനിക്ക് റൈഡ് ചെയ്താൽ മാത്രമേ കിട്ടാറുള്ളൂ. രാവിലെ നമ്മൾ ആക്ച്വലി ഓൾറെഡി പെട്രോൾ ഉണ്ടായിരുന്നു. അത് കൂടാതെ നമ്മളൊരു 5 ലിറ്ററും കൂടെ അടിച്ചപ്പോഴത്തേക്ക് ഏകദേശം വണ്ടി ഫുൾ ടാങ്കായി. എന്തായാലും നിലവിൽ നമുക്ക് നോക്കാം. വീട്ടിൽ നിന്ന് ഏകദേശം 95 കിലോമീറ്റേഴ്സാണ് കാണിച്ചത്. പക്ഷേ ഈ ഒരു വഴിയല്ല, കുറച്ച് എന്തായാലും ഒരു 100+ കിലോമീറ്റേഴ്സ് തന്നെ വൺ സൈഡുണ്ട്. ലെറ്റ്സ് സീ ഗൈസ്, നമുക്ക് എത്ര നേരം കൊണ്ട് എത്താൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ ഇത്ര ട്രാഫിക് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരുപാടൊന്നും ഇല്ല, എന്നാലും ആവറേജ് കുറച്ചുണ്ട്. നമ്മളിന്ന് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാഗമൺ കുട്ടിക്കാനം വന്നിരുന്നു. സോ നമ്മൾ നേരെ ഇന്നിപ്പോൾ നിലവിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ, അന്ന് നമ്മൾ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഗമൺ വന്നിട്ട് വാഗമണ്ണിൽ നിന്ന് കുട്ടിക്കാനമാണ് വന്നത്. സോ ഇന്ന് നമ്മൾ ആക്ച്വലി പോകുന്നത് ഇവിടുന്ന് പാലായിൽ നിന്ന് പൊൻകുന്നത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കുട്ടിക്കാനത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ സത്രം. സോ സത്രം വരെയാണ് ഇന്നത്തെ ഒരു യാത്ര. സോ ഹോപ്പ്ഫുള്ളി കാണുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഞാൻ പറയേണ്ട കാര്യമില്ല. ആൻഡ് ടു ബി ഓണസ്റ്റ്, നിങ്ങൾക്ക് എന്താണ് വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്ലി കമൻറ്റ്സ്. കാരണം എനിക്ക് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കുമ്പോഴും നിങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് വളരെയധികം ഞാൻ സന്തോഷമാണ്. കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് റൈഡ്സ് ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് നിലവിൽ നമ്മളൊരു സ്പോൺസർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ DM ചെയ്യുക. സോ ഇപ്പോൾ നിലവിൽ എന്തായാലും നമ്മൾ പാല എത്താറായി. ആൻഡ് പാലായിൽ നിന്ന് നമ്മൾ നേരെ വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് വഴി നേരെ പൂവരണി വഴി നേരെ പൊൻകുന്ന് അങ്ങ് കയറുന്നു. അത് കഴിഞ്ഞ് പാല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് വഴി വലിയ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന വഴിയാണ്, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഈ ഒരു ചെറിയൊരു ഇതിൽ കുറച്ച് ടഫാണ്. നമ്മൾ ഷോർട്ട് കട്ടെല്ലാം കയറി ഇപ്പോൾ ഷോർട്ട് കട്ട് വഴിയിലാണ്. ബിക്കോസ് ഞാൻ അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് കറങ്ങി കോട്ടയം ടൗൺ കയറി കറങ്ങി അടിച്ചിട്ട് വേണം ഇതിലെ വരാൻ വേണ്ടിയിട്ട്, ഇങ്ങോട്ട് വരാൻ. സോ ഇതെന്ന് പറയുമ്പോൾ ഞാൻ എക്സാക്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മുടെ സ്റ്റാൻഡ് കഴിഞ്ഞ് റൈറ്റിലോട്ട് തിരിഞ്ഞതിന് ശേഷം കുറച്ച് ഫ്രണ്ട് വരുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റിലോട്ട് ഒരു വലിയൊരു കവാടം പോലെ, ഒരു അമ്പലത്തിൻ്റെ കവാടമൊക്കെ പോലെ വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വേണ്ട ഇവിടെ ഈ പൂവരണി പോകാനും പൊൻകുന്നം പോകാനൊക്കെ ഉള്ളൊരു ഷോർട്ട് കട്ടാണ്. ആൻഡ് ടൗണിൽ കയറി കഴിഞ്ഞാൽ ടൗണിൽ അത്യാവശ്യം നല്ല ട്രാഫിക് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ്ലി വരുമ്പോഴൊക്കെ ഞാൻ ഈ റൂട്ടാണ് എടുക്കാറ്. ആൻഡ് ഐ റിയലി ഹാപ്പി ടു കം ഓൺ ദിസ് വേ. ആൻഡ് എന്താ പറയുക, നമ്മുടെ ടൈമും കുറച്ച് ഇതാവും. എരുമേലി പോകാനും ഒക്കെ ആയിട്ട് ഈ ഒരു വഴിയാണ് ബെറ്റർ. കാരണം നമ്മൾ ടൗണിൽ കയറി നല്ല രീതിയിൽ ചൂടുണ്ട്. ഇപ്പോൾ ഒരു ചൂടിൻ്റെ കാലാവസ്ഥകളായിട്ട് നല്ല രീതിയിൽ ചൂടുണ്ട്. ബട്ട് ടു ബി ഓണസ്റ്റ് ഗൈസ്, എനിക്കുണ്ടല്ലോ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലിംഗ്. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആക്ച്വലി കാർ ഓടിക്കുന്നേക്കാളും കൂടുതൽ എനിക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് ഇതാണ് നേരത്തെ എൻ്റെ പഴയ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഞാൻ ഡ്യൂക്ക് 200 എടുത്തായിരുന്നു. അതുപോലെ ഞാൻ പറയുന്നുണ്ടായിരുന്ന മറ്റേ നമ്മുടെ പഴയ വണ്ടിയേക്കാളും ഇതിന് ഇനീഷ്യൽ ത്രോട്ടിൽ റെസ്പോൺസ് നല്ല രീതിയിൽ കൂടുതലാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് പായമ്പുലി പോലെ അങ്ങ് പൊക്കോളും. ആൻഡ് ആ ഒരു ഫീലിംഗ് വളരെ അടിപൊളിയാണ്. കാരണം നമുക്ക് ഇനീഷ്യൽ ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഓവർടേക്ക് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി സ്മൂത്താണ് കാര്യങ്ങളാണ്. സോ
സോ അതുകൊണ്ട് ഐ റിയലി ലൈക്ക് ദിസ് പവർ. അതുപോലെ തന്നെ പവറിനനുസരിച്ച് തന്നെ ഇതിൻ്റെ ബ്രേക്കും ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്, കാര്യങ്ങൾ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രേക്സും കാര്യങ്ങളും ഒക്കെ 10 out of 10 എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അവർ ബെറ്റർ ആക്കിയിട്ടുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ ഈ റോഡിലുണ്ടല്ലോ 2 സ്പീഡ് ക്യാമറ കഴിഞ്ഞു. 2ലും ഐ തിങ്ക് നമ്മൾ പെട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു കൺട്രോളിലോട്ടോ വണ്ടി ഓടിക്കുന്നത്. സോ ഇത് കണ്ടിട്ട് ആരും അനുകരിക്കാൻ നിൽക്കരുത്. ബിക്കോസ് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കൺട്രോളുണ്ട്. ആ ഒരു കൺട്രോളിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ കൺട്രോൾ എത്രയിലാണോ ആ ഒരു കൺട്രോളിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. പലരും ഉണ്ടല്ലോ ഈ പല ആക്സിഡൻസും ഉണ്ടാകുന്നത് പലരും അനുകരിക്കുവാണ്, മറ്റുള്ളവരെ അനുകരിക്കുവാണ്. അല്ലാതെ അവരിപ്പം നിലവിൽ 70 പോകുന്നുണ്ട്, 80 പോകുന്നുണ്ട്, അവരെങ്ങനെ പോകുന്നു എന്നല്ല ചിന്തിക്കുന്നത്. അവർ 70 80 പോകുന്നു, എനിക്കും അപ്പോൾ 70 80 90 പോകാം എന്നുള്ളതാണ് മെയിൻ ചിന്തിക്കുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം. ഞാനിപ്പോൾ 80 90 പോകുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കൺട്രോളും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ട് വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് തന്നെ വണ്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇവിടെ നിന്ന് നമുക്ക് നേരെ പൊൻകുന്നം സ്ട്രെയിറ്റ് ആണ്. സോ ഞാൻ എന്നാ അറിയാം, ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതിലെ ലെഫ്റ്റ് തിരിയുക അങ്ങനെ ഒരുപാട് വഴികളാണ് കാണിക്കുന്നത്. അത് ഞാൻ നോക്കുന്നില്ല, ബിക്കോസ് നോക്കിയിട്ട് കാര്യമില്ല. ആൻഡ് വെറുതെ നമ്മൾ ചുറ്റിക്കറങ്ങാന്നേ ഉള്ളൂ. ഈ ചെറിയ ചെറിയ വഴിക്കട ഓട്ടം കറങ്ങുന്നേക്കാളും നല്ലത് 10 കിലോമീറ്റർ കൂടുതലാണല്ലോ നേരെ വഴിക്കട തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിൾ മാപ്പിനെ നോക്കുന്നേ ഇല്ല. നമ്മൾ നേരെ സ്ട്രെയിറ്റ് നമുക്കറിയാവുന്ന വഴിക്കട അങ്ങ് പോവാണ്, അതാണ് ഏറ്റവും നല്ലത് ഗൈസ്. ഇതുപോലെ കർവായിട്ടുള്ള റോഡുകളിലുണ്ടല്ലോ ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ ലെവലാണ്. സോ എനിക്ക് ആക്ച്വലി ഗൗസിൽ കിട്ടുന്ന ഒരു ഇതുപോലത്തെ സ്ട്രെയിറ്റ് വഴിയേക്കാളും കുറച്ചുകൂടെ എനിക്ക് ലീൻ ചെയ്ത് പോകാൻ വരുന്ന വഴികളാണ് കൂടുതൽ താല്പര്യം. ഐ എം റിയലി ഹാപ്പി. സോ ഇത് ഇവിടെ നല്ലൊരു അത്യാവശ്യം ഒരുപാട് വലുതല്ല എന്നെനിക്ക് തോന്നുന്നു. ഒരുപാട് വലുതല്ല, പക്ഷേ ഉണ്ടല്ലോ നേരത്തെ ഉണ്ടല്ലോ ഒരു 8S പോലത്തെ ഒക്കെ ടൈപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ആം റിയലി ഹാപ്പി. ഇതുപോലത്തെ വഴികളിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഈ ഒരു പാല ഇടുക്കി സൈഡിലുണ്ടല്ലോ വരുമ്പോഴാണ് ഈ ഒരു ട്വിസ്റ്റീസ് കിട്ടുക. ആ ഒരു ട്വിസ്റ്റീസ് ഉണ്ടല്ലോ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്. സോ ശരിക്കും എൻജോയ് ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു വൈബ് കിട്ടുള്ളൂ. സോ ഞാൻ എൻ്റെ ഗോവ റൈഡിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു ഹാൻഡ് ഗ്രിപ്പിൻ്റെ കേസിൽ. ആൻഡ് ഞാനത് അപ്ഗ്രേഡ് ചെയ്തിട്ട് RCBയുടെ ഹാൻഡ് ഗ്രിപ്പ് ഇട്ടിരുന്നു. ആൻഡ് RCBയുടെ ഹാൻഡ് ഗ്രിപ്പ് ഇട്ടതിന് ശേഷമുള്ള കാര്യം എനിക്ക് ഒരു പ്രശ്നമേ ഇല്ല. സത്യം പറഞ്ഞാൽ പൊൻകുന്നം എത്താറായി. പൊൻകുന്നം എത്തിയപ്പോഴത്തേക്ക് ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്തായാലും ഞാൻ കോൾ ചെയ്യാൻ പോകുന്നില്ല. ലെറ്റ് സി. ഇനി നമുക്കിവിടുന്ന് പൊൻകുന്നത്തുനിന്ന് കുമളി റൂട്ടിലോട്ടാണ് പോകേണ്ടത്. സോ ഇവിടെയാണ് പൊൻകുന്നം ടൗൺ. പൊൻകുന്നം ടൗൺ ഈസ് ദെയർ. എൻ്റെ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞു ഗായ്സ്. കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ. സോ ഇവിടുന്ന് ഒരു 38 കിലോമീറ്റർ ഉണ്ട് കുട്ടിക്കാനം. സോ അത് കഴിഞ്ഞാണ് നമുക്ക് ഡീവിയേഷൻ എടുക്കേണ്ടത്. സോ ഒരുപാട് ഇങ്ങോട്ട് വരുമ്പോഴല്ലോ ഒരുപാട് ചൂടും കാര്യങ്ങളൊന്നുമില്ല, ചൂട് ഒരുപാട് കുറവുണ്ട്. ആൻഡ് ഒരു ചൂടും തണുപ്പും കലർന്നൊരു കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ നല്ലൊരു വൈബാണ് ഇവിടെ. പക്ഷേ ട്വിസ്റ്റീസ് നല്ല അടിപൊളി ട്വിസ്റ്റീസാണ്. ഈ ഒരു വഴിയുടെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ട്വിസ്റ്റീസിൽ കോർണറിങ് എടുക്കാണ്ടല്ലോ ഒരു പ്രത്യേക ഒരു വൈബാണ് എനിക്ക്. ബട്ട് എൻ്റെ ഒരു കംഫർട്ടിൽ ഞാൻ എടുക്കാറുള്ളൂ, ഒരുപാട് അങ്ങനെ ഇതെടുക്കാറില്ല. എൻ്റെ ഒരു കംഫർട്ട് സോൺ എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ എടുക്കാറുള്ളൂ. ഒരുപാട് ഞാൻ വീശി എടുക്കുക, ഫുഡ് സ്പെക്ക് വരയ്ക്കുക, ആ പരിപാടിയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. സോ കുമളി, എരുമേലി, കട്ടപ്പന, മുണ്ടകയം സ്ട്രെയിറ്റ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ തന്നെ വരും. ഇതിൽ നമ്മൾ നേരെ കോട്ടയം റൂട്ടിൽ പാമ്പാടി വഴിയായിരിക്കും പോകുന്നത്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു ലൊക്കേഷൻ കൂടെ അല്ല അവിടെ നമുക്ക് വേറെ ഒരു ദിവസം പോകാം. ബിക്കോസ് അവിടെ ഒരു ലൊക്കേഷൻ അല്ല, ആക്ച്വലി 1 2 3 ലൊക്കേഷൻസ് ഉണ്ട് പോകേണ്ടത്. അപ്പം എന്തായാലും തിരിച്ചു വരുമ്പോൾ അതിന് സമയം കിട്ടത്തില്ല. അപ്പം നെക്സ്റ്റ് ടൈം എന്തായാലും വരുമ്പോൾ ആ ഒരു ലൊക്കേഷനിലും അതിനോടുള്ള രീതിയിലുള്ള തുടർന്നുള്ള ലൊക്കേഷൻസിലും നമ്മൾ പോകുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള യൂണീക്കായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് പോവാം. എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് മറ്റേ ലൊക്കേഷനിൽ പോകാം. ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഒരു 10 മിനിറ്റ് നേച്ചർ കോളൊന്ന് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് നേരെ നമ്മൾ കുട്ടിക്കാനത്തേക്ക് പോവാണ്. ഒന്നാമത് സോളോ ആണ്, അപ്പോൾ കൂടെ ആരുമില്ല. നമ്മൾ വേണ്ട പൊടിമറ്റം എത്തി കേട്ടോ, കൂടെ ആരുമില്ല. അപ്പം ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ ഞാൻ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി റെയിൻ കോട്ട് എടുക്കാൻ മറന്നുപോയി. എല്ലാം എടുത്തു, 360 ക്യാമറ എടുത്തു, ബട്ട് റെയിൻ കോട്ട് എടുക്കാൻ വേണ്ടി വിട്ടുപോയി.
അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ മഴയുടെ ചിലപ്പോൾ പെയ്യാൻ സാധ്യതയുണ്ട്. ബട്ട് ലെറ്റ് സി, നമുക്ക് എന്തായാലും നോക്കാം. മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ഞാൻ ആക്ച്വലി എടുക്കണമെന്ന് ഞാൻ ഓർത്താണ്, പക്ഷേ എൻ്റെ മൊബൈലിൽ ഞാൻ ആ കേസ് വിട്ടു. കുട്ടിക്കാനത്തേക്ക് ഇനി 28 കിലോമീറ്റർ കൂടെ ഉണ്ട്. ആൻഡ് നമ്മുടെ ഡ്യൂക്കിൽ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. ബിക്കോസ് എനിക്ക് ത്രോട്ടിൽ റെസ്പോൺസിനേക്കാളും ഇതിൻ്റെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റിയാണ്. അപ്പം അത്യാവശ്യം നല്ല പോലെ ഇമ്പ്രൂവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോയാലും ബ്രേക്സ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബട്ട് ഇത് ആരും അനുകരിക്കാൻ നിൽക്കരുത്, വൺസ് അഗൈൻ ഞാൻ പറയുകയാണ്. ആൻഡ് കുട്ടിക്കാനം ഇനി 28 കിലോമീറ്റർ കൂടെ ഉണ്ട്. സോ ഫാർ സോ ഗുഡ്. നമ്മൾ വീട്ടിൽ നിന്ന് 55.5 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. ഇതുപോലുള്ള ആൾക്കാരാണ് എനിക്ക് പേടി. ആക്ച്വലി എവിടെയെങ്കിലും സൈഡിൽ കൊണ്ട് നിർത്തും, മിറർ നോക്കുമോ വണ്ടി വരുന്നുണ്ടോ ഒന്നും നോക്കൂല, ചുമ്മാ അങ്ങ് ചാടും. ഇനി കുട്ടിക്കാനം 20-21 കിലോമീറ്ററും കൂടെ ഉള്ളൂ കുട്ടിക്കാനം. സോ 20-21 കിലോമീറ്ററിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ടുള്ള വഴി തിരിയുക. ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കാരൻ കണ്ടോണേ, നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ കയറി വന്നത് വലത്തോട്ടൊരു ഒറ്റ എടുപ്പ്. ഇതുപോലെ ശ്രദ്ധയില്ലാത്ത ആൾക്കാർ സത്യം പറയാൻ പേടിയാണ്. അതുകൊണ്ട് ഡോക്ടറിൻ്റെ സിമ്പലും ഉണ്ട്. ആർക്കറിയാം ഡോക്ടറാണോ അല്ലയോ എന്ന്. പണ്ട് വല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടിയും മേടിച്ച് കറങ്ങാറിയാണോ എന്ന് അറിയത്തില്ല. കുറേ പേരുണ്ടല്ലോ ഡോക്ടറിൻ്റെ വണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇതുവരെ എംബ്ലം പൊളിക്കാതിരിക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ടല്ലോ. സോ അങ്ങനെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഒരു ശ്രദ്ധയില്ലാതെയാണ് പോകുന്നത്. പുള്ളി എന്താ ഉദ്ദേശിച്ചതെന്ന് പുള്ളിക്ക് പോലും അറിയില്ല. പക്ഷേ ഈ ഒരു ട്വിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, നല്ല അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു ട്വിസ്റ്റേഴ്സിൽ. സോ എനിക്ക് ബേസിക്കലി ഹോൺ അടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ ഹോൺ അടിച്ച് പിടിച്ചാലേ ആൾക്കാർ എന്തെങ്കിലും ശ്രദ്ധിക്കുകയുള്ളൂ, റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചേക്കുന്നൊരു കാര്യമാണ്, ആരും ശ്രദ്ധിക്കുകയില്ല. ഓവർടേക്ക് ചെയ്യുമ്പം 1000 പ്രാവശ്യം തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് സൈഡിലെ മിറർ നോക്കുക, ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുക, ഒന്നും നോക്കത്തില്ല. ചുമ്മാ ഒരു പൊട്ടം മാവിനിട്ട് അറിയുന്ന പോലെ ചുമ്മാ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഒരു 25% ആൾക്കാരേ ഉള്ളൂ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നവർ. ബാക്കി എല്ലാവരും പൊട്ടൻ മാവേ അറിയുന്ന പോലെ ചുമ്മാ അങ്ങ് പോവാണ്. വാവ്, ഇങ്ങോട്ട് കയറിയപ്പോഴേ പെട്ടെന്നൊരു തണുത്ത കാറ്റ് ഗായ്സ്, നല്ല അടിപൊളി. കാനത്തേക്കുള്ള കയറ്റം തുടങ്ങി ഗായ്സ്. അതുപോലെ തന്നെ നല്ല വ്യൂവും തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു പ്രത്യേക ഒരു എന്താ വെച്ചാൽ ഒരുപാട് ചൂടില്ല, ഇങ്ങോട്ട് കയറിയപ്പോഴേ ചൂടില്ല. സോ ഏതെങ്കിലും ഒരു കടയിൽ നിർത്തണം എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. കാരണം നല്ല രീതിയിൽ എന്താ പറയുക, വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്. വെള്ളം കുടിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല വ്യൂസൊക്കെ സ്റ്റാർട്ടായി. സോ ഒബ്വിയസ്ലി ഇതേണ്ട പഴയ ഡ്യൂക്ക് 200 വരുന്നു. ഫസ്റ്റ് ഈ ഒരു വണ്ടിയായിരുന്നു എൻ്റെ കയ്യിൽ ഏറ്റവും ആദ്യം ഞാൻ ബോംബെയിലത്തെ 3ാമത്തെ 4ാമത്തെ വണ്ടിയാണ് ഡെലിവറി എടുക്കുന്നത്. ആ വണ്ടി എനിക്ക് അത്രമാത്രം ക്ലിക്കായില്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേരിലായിരുന്നു വണ്ടി. ആൻഡ് ഞാനൊരു ഏകദേശം ഒരു 12,000-15,000 കിലോമീറ്റർ ഓടിച്ചു. എനിക്ക് അതിൻ്റെ ബ്രേക്കിംഗ് മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വണ്ടി മിസൈൽ പോകുന്ന പോലെ പോകും, പക്ഷേ ബ്രേക്കിംഗ് അത്ര പോരെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ആ വണ്ടി കൊടുക്കുന്നത്. സോ ഫ്രണ്ടിൽ ഒരു ബസ് പോകുന്നുണ്ട്, ഒരു ടാങ്കർ ഓവർടേക്ക് ചെയ്യുന്നു. സോ കയറുന്ന റിസ്ക് ആണ്, കാരണം എനിക്ക് കാണത്തില്ല. സോ ഓട്ടോ പോയി, വേണ്ട വളവ, വെറുതെ റിസ്ക് ഉണ്ട്. ഇപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ കയറി ചെന്നിരുന്നെങ്കിൽ ആ i20 കാരണം ബ്രേക്ക് കിട്ടത്തില്ലായിരുന്നു, വണ്ടി ഇടിച്ചേനെ. സോ പലരും ഈ ട്വിസ്റ്റീസിൽ കയറി വരുന്നതാണ് ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള കാരണം. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മാക്സിമം ക്ലിയർ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ കയറാവുള്ളൂ, ഇല്ലെങ്കിൽ കയറാൻ നിൽക്കരുത്, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. അതുപോലെ തന്നെ അതുണ്ടോ, ട്വിസ്റ്റീസിലോട്ട് കയറി ചെല്ലുമ്പോഴേ നമുക്കറിയുള്ളൂ എത്ര വലിയ ട്വിസ്റ്റിയാന്ന്.
this view, guys. Wow, it's awesome, really amazing. It's really awesome, guys. എൻ്റെ ഒരുപാട് വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഒരു ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു എൻഡോർക്ക് ഞാൻ കൊടുത്തിട്ടല്ല ഡ്യൂക്ക് 200 മേടിച്ചത്. എൻഡോർക്ക് ഇറ്റ്സ് ലൈക്ക് ഒന്നുമില്ലെങ്കിലും നമ്മൾ യൂട്യൂബിൽ എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ എൻ്റെ കൂടെ ഒരുപാട് നാളുണ്ടായിരുന്നൊരു വണ്ടിയാണ്. 2 വർഷത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു സെൽ ദാറ്റ്. കാരണം ഞാൻ ഒരിക്കലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല ആ വണ്ടി. കാരണം എന്നെ യൂട്യൂബിൽ ആരെങ്കിലും ആക്കിയത് ആ ഒരു വണ്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമില്ല ബേസിക്കലി ആ വണ്ടി കൊടുക്കാൻ. ഈ വണ്ടി എടുത്തു എന്ന് കരുതി ആ വണ്ടിയോടുള്ള സ്നേഹം കുറഞ്ഞു പോവുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് അതും റൈഡ് ചെയ്യുന്നുണ്ടാവും, ഇനിയും റൈഡ് ചെയ്യും അതിൽ. കാരണം ഞാൻ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഡ്യൂക്ക് എൻഡോർക്ക് കൊടുത്തിട്ടാണോ ഡ്യൂക്ക് മേടിച്ചത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. ബട്ട് നോ, ആക്ച്വലി എൻഡോർക്ക് ഞാൻ കൊടുക്കത്തില്ല. അതുപോലെ തന്നെ എൻഡോർക്കിൽ ഞാൻ ഇനിയും റൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിലവിൽ ഇങ്ങോട്ട് ഇതുമായിട്ട് വന്നു, ദാറ്റ് ഡസൻറ്റ് മീൻ ഞാൻ ഇനി എൻഡോർക്ക് ഒരിക്കലും കൈകൊണ്ട് തൊടത്തില്ല എന്നല്ല. എൻഡോർക്ക് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരുപാട് റൈഡിനുണ്ടായിരുന്ന വണ്ടിയാണ്. നിങ്ങളിപ്പോൾ എൻ്റെ ചാനലിൽ നോക്കുവാണെങ്കിൽ തന്നെ ഞാൻ അതിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പല രീതിയിൽ, അതായത് അതിൻ്റെ റൈഡിങ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റൈഡിങ് മോഡ്സിലുള്ള മൈലേജ് ടെസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് വൈസ്. ഞാൻ ഫസ്റ്റ് ടൈം ഗോവയ്ക്ക് പോകുന്നത്, അതായത് കുറേ നാളത്തേക്ക് ശേഷം സ്കൂട്ടറിൽ ഞാൻ ആദ്യമായിട്ട് ഗോവയ്ക്ക് പോകുന്നത് എൻഡോർക്കിലാണ്. എന്തൊക്കെ പറഞ്ഞാൽ വണ്ടി എൻ്റെ കൂടെ അത്രയും നിന്നിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ എൻഡോർക്ക് കൊടുക്കത്തില്ല. ആൻഡ് എൻഡോർക്കിലെ വീഡിയോസ് കൊണ്ട് തന്നെയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതും കാര്യങ്ങളും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ വന്ന വഴി മറക്കുന്ന ഒരു ടൈപ്പല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എൻ്റെ എൻഡോർക്ക് സെയിൽ ചെയ്യാൻ പോകുന്നില്ല. ആൻഡ് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നു എൻഡോർക്ക് കൊടുക്കുന്നുണ്ട് പറയണത്. ടു ബി ഓണസ്റ്റ് ഗായ്സ്, ഞാൻ കൊടുക്കില്ല, സോറി. കാരണം പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും, നമ്മളിപ്പോൾ ഒരു ബൈക്ക് എടുക്കും, അത് കഴിഞ്ഞ് വേറെ ബൈക്ക് എടുക്കുമ്പോൾ പഴയത് കൊടുക്കും. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പല്ല. ഞാൻ ഇനിയിപ്പോൾ നിലവിൽ വേറെ ഒരു ബൈക്ക് എടുത്താലും ഇത് കൊടുക്കില്ല, ഇതും വെക്കും അതും ഉപയോഗിക്കും. ആ ഒരു രീതിയിൽ ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു ബൈക്ക് എടുക്കുക പോലും ചെയ്യുള്ളൂ. ട്വിസ്റ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ ഇവിടെ ആക്ച്വലി ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്, അങ്ങോട്ടാണെന്ന് തോന്നുന്നു കൂടുതൽ ആൾക്കാർ. ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഫോഗ് നല്ല പോലെ മുകളിലുണ്ട്, അതുകൊണ്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ, അടിപൊളിയാണ്. സോ ഫുള്ള് പിള്ളേരെ നിൽക്കുന്നുണ്ട്. പണി കിട്ടിയിട്ടുണ്ട്, ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്, 1-2 ഡ്രോപ്പൊക്കെ പെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ മഴ പെയ്യോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. മഴ പെയ്താൽ നല്ല പണിയായിരിക്കും ഇപ്പോഴേ മഴ പെയ്ത് കഴിഞ്ഞാൽ. കാരണം എല്ലാം എടുത്ത് അകത്ത് വെക്കേണ്ടി വരും, ഒന്നും നടക്കില്ല. ഇന്നിപ്പോൾ വന്നതിൻ്റെ പരിപാടി ഒന്നും നടക്കില്ല. ബട്ട് ഐ ആം ജസ്റ്റ് ട്രൈയിങ്. മഴ പെയ്യല്ലേ, ഇപ്പോഴൊന്നും മഴ പെയ്യല്ലേ എന്നേ ഞാൻ പറയുള്ളൂ. ഐ തിങ്ക് ഒരു 2-3 ഡ്രോപ്പ് വീണിട്ട് നിന്നെന്ന് തോന്നുന്നു. ചെറുതായിട്ട് എൻ്റെ ഇനിയിപ്പോൾ ക്യാമറ വീണമെന്ന് എനിക്കറിയില്ല, ക്യാമറ വീണിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് എൻ്റെ ഹെൽമെറ്റിൽ വീണോ, ഹെൽമെറ്റിൽ വന്ന ഒറ്റയടി അടിച്ചപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ റിലീസ് ചെയ്ത മഴ പെയ്യുവാണെന്ന് തന്നെ. ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്, കുറച്ച് റൈഡേഴ്സിനൊക്കെ കണ്ടു. ഇങ്ങോട്ട് അവർ തിരിച്ചു വരുവാണ്. സോ ഐ തിങ്ക് അവർ ഇവിടെ പോയിട്ട് തിരിച്ചു വരുമായിരിക്കും, ഐ ഡോണ്ട് നോ. എന്തായാലും നിലവിൽ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ, അല്ല ഇവിടെയല്ല, ഇത് കഴിഞ്ഞ് ഇതിന് മുമ്പായിരുന്നു ഞാൻ ഫുഡ് കഴിക്കാൻ നിർത്തിയത്. സോ ഫുഡ് കഴിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, വണ്ടിയില്ല. ഈ വെള്ള ലൈൻ ആക്ച്വലി നോക്കിയിട്ട് കയറാമെന്നാണ് എൻ്റെ വിശ്വാസം. യെല്ലോയിലാണ് ഒരിക്കലും ഓവർടേക്ക് ചെയ്യേണ്ടാത്തത്. തിരിച്ചു വരുമ്പോൾ കംപ്ലീറ്റ്ലി ഇറക്കമായിരിക്കും, അങ്ങോട്ട് ഫുള്ള് കയറ്റും. ബട്ട് ഇറ്റ് ഫൺ. കാരണം സത്യം പറയാൻ കയറ്റം കയറാനാണ് എളുപ്പം, ഇറങ്ങാനാണ് കുറച്ചുകൂടെ റിസ്കി. വാട്ട്സ് യുവർ തോട്ട്സ്? എന്തായാലും നിങ്ങളുടെ തോട്ട്സും കൂടെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എങ്ങനെയാണ് നിങ്ങൾക്ക് കയറ്റം കയറാനാണോ എളുപ്പം തോന്നുന്നത്, അതോ ഇറങ്ങാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുക? എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ അവിടെ നിന്നല്ല ഫുഡ് കഴിക്കാൻ പോകുന്നത്, വേറൊരു സ്പോട്ടുണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാം. ഞാൻ അവിടെ പണ്ടൊന്ന് കയറിയത്, എനിക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഈ ക്യാമറ വെച്ചേക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേര് നോക്കുന്നുണ്ട്. വാവ്, ട്വിസ്റ്റീസ് മാൻ, ട്വിസ്റ്റീസ്. എൻ്റെ ഫസ്റ്റ് ആക്ച്വലി എൻഡോർക്കുമായിട്ട് ഞാനിവിടെ വന്നത് ലൈഫിൽ, അത് വളരെ എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് സർവീസിന് മുമ്പായിട്ട്. അന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഞാൻ വാഗമണ്ണും കുട്ടിക്കാനം കവർ ചെയ്തത് ആ ഒരു ടൈമിലാണ്. കാരണം അന്ന് ഫസ്റ്റ് സർവീസ് ആയിട്ടില്ല, 50-ൽ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ആൻഡ്
ദാറ്റ് വാസ് റിയലി അന്നാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഐ തിങ്ക് മഴ ചെറുതായിട്ട് തൂളുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയും മഴ തൂളുന്നുണ്ട് ചെറുതായിട്ട്. ലെറ്റ്സ് സീ. മഴ പെയ്യല്ലേ, മഴ പെയ്യല്ലേ. സോ ഗായ്സ്, ഇവിടെയായിരുന്നു വാട്ടർഫാള്. ബട്ട് വാട്ടർഫാളിൽ ഇത്രയും മഴ പെയ്തിട്ട് വാട്ടർ ഇല്ലേ? അത് കൊള്ളാലോ, ഭയങ്കര നൈസ് ഐഡിയ ആയിപ്പോയി. സോ ഇവിടെയാണ് നേരത്തെ ഞാനിവിടെ RR310 കോർണറിങ് എടുത്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയായിരുന്നു. ബട്ട് ഇപ്പോൾ നിലവിൽ അങ്ങനെ കോർണറിങ് എടുക്കാനും ഒന്നും നമ്മുടെ കൂടെ ആളില്ല. ഞാൻ ആക്ച്വലി സോളോ ആണ് വന്നത്. ബട്ട് ഞാൻ ഇത്രയും അക്സെപ്റ്റ് ചെയ്തില്ല, ഇത്രയും വെള്ളം ഇല്ലാതിരിക്കും എന്ന് ഞാൻ ഓർത്തില്ല. കാരണം ഇത് നിറഞ്ഞ് കവിഞ്ഞ്, കാരണം എൻ്റെ ഒരു ലാസ്റ്റ് കുട്ടിക്കാനം വീഡിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഗായ്സ്, വാട്ട് ഈസ് ദിസ്? സോ നമ്മൾ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് റൈഡ് വരുമ്പോഴൊരു മഴ എന്നും ഉള്ളതാണ്. ആക്ച്വലി അന്ന് ഗോവയിൽ നിന്ന് തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് വന്ന സമയത്ത് മൂവാറ്റുപുഴ മുതൽ ഏകദേശം ഒരു കൂത്തോട്ടോളം കഴിയുന്ന വരെ മഴ ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് നമ്മൾ ഒഫീഷ്യലി ഫസ്റ്റ് റൈഡ് ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം ഫസ്റ്റ് റൈഡായിരുന്നു. അന്നും മഴ പെയ്തു. ആൻഡ് ലക്കിലി മഴ പെട്ടെന്ന് തന്നെ നിന്നു. പക്ഷേ മഴ പെയ്തതിന് ശേഷം ഒരുപാട് അങ്ങനെ സ്പീഡിൽ പോകുന്നത് ശരിയല്ല. കാരണം നമ്മുടെ കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥ വെച്ചിട്ട് മഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ സ്പിന്നാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്പീഡിൽ ഇനിയിപ്പോൾ പോകുന്നില്ല. നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 20 ഇവിടെ എന്തോ വണ്ടി ഇടിച്ചോ? ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ, റൈഡേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര്. കാരണം ഇപ്പം അവധി ടൈമാണ്. അതിനിപ്പോൾ ഞാൻ പോകുന്ന ലൊക്കേഷനിലോട്ടാണോ അവർ പോരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് അത്യാവശ്യം നല്ല പോലെ തന്നെ ടൂറിസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മോസ്റ്റ്ലി വരിക. കാരണം ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ഫാമിലിയുടെ കൂടെ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു ടൈമാണ്, അവധിയാണ് പിള്ളേർക്കൊക്കെ. സോ യൂഷ്വലി നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുന്നൊരു ടൈമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ജിയോയ്ക്ക് മാത്രമേ നെറ്റ്വർക്ക് ഉള്ളൂ. ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജിയോയുടെ നെറ്റ്വർക്ക് ജിയോ ഇതിലുള്ളതിൽ മാത്രം കൊണ്ടുവരിക. ഞാനിപ്പോൾ നിലവിൽ താഴത്തെ കടയിൽ ആദ്യം ഞാൻ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഇത്. ലക്കിലി എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, ഇല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയിരുന്നു. ഇനിയിപ്പോൾ നിലവിൽ ഒരു 4 കിലോമീറ്റർ കഴിയുമ്പോൾ കുട്ടിക്കാനം വരും, അവിടെ നിന്ന് ATM വരണം, എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ കയറാൻ ഗൈസ്. ആക്ച്വലി ഇപ്പോൾ ഉള്ളത് കുട്ടിക്കാനം ടൗണിലാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. സോ ലാസ്റ്റ് ടൈം എൻ്റെ കുട്ടിക്കാനം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ആ വഴി തന്നെയാണ് പോയത് കുറച്ച് ദൂരം. ഇന്ന് നമ്മൾ വേറെ ലൊക്കേഷനിലാണ് പോകുന്നത്, പക്ഷേ കുറച്ച് ദൂരം അതിലെ തന്നെ നമുക്ക് പോകണം. പക്ഷേ മഴ എക്സ്ട്രീം മഴയാണ്. ലാസ്റ്റ് ടൈം ഇതുപോലെ തന്നെ കുട്ടിക്കാനം വന്നപ്പോൾ മഴയായിരുന്നു. ലാസ്റ്റ് ടൈം എൻഡോർക്കുമായിട്ട് വന്ന സമയത്തുള്ള വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ടൈമിലും മഴയായിരുന്നു ഗൈസ്. ലാസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്ത് ഇവിടെ നല്ല അടിപൊളി മഴയായിരുന്നു. നമ്മുടെ എൻഡോർക്കുമായിട്ടോ വന്ന്
ഇവിടെ നല്ല അടിപൊളി. അതായത് അങ്ങോട്ട് പോയപ്പോൾ ചെറുതായിട്ട് തൂളി, തിരിച്ച് നമ്മൾ നാട്ടിൽ അതായത് വീടെത്തുന്ന വരെ നല്ല അടിപൊളി മഴയായിരുന്നു. ഒരു തുള്ളിക്ക് ഒരു കുടം വെച്ചാണ് മഴ പെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു മെമ്മറിയാണ് സത്യം പറഞ്ഞ് ഞാനൊന്ന് ആലോചിച്ചത്. ഞാൻ എന്തിനാണ് ഗൈസ് ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ റെയിൻകോട്ട് എടുക്കാൻ വിട്ടുപോയത്. ഇതുപോലെ മഴ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ മാക്സിമം പ്രതീക്ഷിച്ചു വൈകുന്നേരം കുറച്ച് നേരം വല്ല മഴയും പെയ്യുമായിരിക്കും എന്ന് ഓർത്താണ് റെയിൻകോട്ട് പിന്നെ ഞാൻ ഓക്കെ എന്നാൽ പോട്ടെ എന്ന് ഞാൻ ഓർത്തേ. സത്യം പറഞ്ഞാൽ ഇന്ന് ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു റെയിൻകോട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കമ്പനിയുടെയാണ്. പുള്ളി എനിക്ക് ആക്ച്വലി ടെസ്റ്റിങ്ങിന് തന്നു വിട്ടതാണ്. ഇന്ന് അത് എടുത്തുകൊണ്ട് വന്നിട്ട് ശരിക്കും ടെസ്റ്റ് ചെയ്യായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് ഗൈസ്, നല്ല പോലെ തണുപ്പ്, ഒന്നും പറയണ്ട, അമ്മാതിരി തണുപ്പ്. You know I don't play right. Just give me the word, You know I don't play right. Don't give me this. I'm gonna get back when I feel like. You know I don't play right. I'll put up a good fight. Just give me the word, You know I don't play right. You know I don't play right. Don't give me this. I'm gonna get back when I feel like. You know I don't play right. I'll put up a good fight. Just give me the word, You know I don't play right. You know I don't play right. Don't give me this. I'm gonna get back when I feel like. You know I don't play right. Just give me the word, You know I don't play right. Don't give me this. I'm gonna get back when I feel like. You know I don't play right. Just give me the word, You know I don't play right. Don't give me this. I'm gonna get back when I feel like. You know I don't play right. I'll put up a good fight. Just give me the word, You know I don't play right. You know I don't play right. Don't give me this. I'm gonna get back when I feel like. You know I don't play right. I'll put up a good fight. Just give me the word, You know I don't play right. You know I don't play right. Don't give me this. I'm gonna get back when I feel like. You know I don't play right. Just give me the word, You know I don't play right. Don't give me this. I'm gonna get back when I feel like. സോ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ ഗൈസ്. ഇവിടെ ഒരു ലൊക്കേഷനിൽ മഴ പെയ്തു, ഫുഡ് ഇങ്ങനെ കഴിക്കാൻ കയറി. ഈ ഒരു ഹോട്ടലിലാണ് ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡ്. കാരണം ഞാൻ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഈ ചെറിയ വീട്ടിലെ ഊണും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ നല്ല അടിപൊളി ഫുഡായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി ഫുഡ്. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. ഞാൻ എവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്, നോർമലി ഞാൻ ഇതുപോലത്തെ ചെറിയ കടകളാണ് നോക്കാറ്. കാരണം ചെറിയ കടയിലെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. സോ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വന്നു, ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനും സ്ഥലമുണ്ട്, ബൈക്ക് പാർക്ക് ചെയ്യാൻ.
ഇവിടുന്ന് വിടുന്ന ഗൈസ്. പരുന്തുംപാറ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തി. അതാണ് ഇത്ര തിരക്ക്. സോ ഇവിടെ കൂടുതലും ആൾക്കാർ ഇത് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം. ബിക്കോസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ടാർഗറ്റിലേക്ക് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. അപ്പം ഒരുപാട് ചെളിയും ഒക്കെ ചെള്ളയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കും ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഇവിടെ നിൽക്കുന്നില്ല. പിന്നെ യൂഷ്വലി ഞാനിവിടെ കുറച്ച് ഞാൻ കൂടുതലും 360 ഇവിടെ ആഡ് ചെയ്തു. കാരണം ഒരുപാട് വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 360 ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച്. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. Eyes on me.
സോ താഴെ ഒരു ബോർഡുണ്ട് സത്രം എന്നും പറഞ്ഞ റൈറ്റിലോട്ട്. സോ അവിടെ നിന്ന് നമ്മൾ റൈറ്റ് ടേൺ എടുക്കേണ്ടത്. ആൻഡ് ഐ തിങ്ക് ഇതിലാണ് ഫുൾ ഓഫ് റോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. എൻ്റെ കിളി ഓർമ്മ കുളിക്കുന്നു. അച്ചടാ നല്ല രസമുണ്ട്. ഓ സോ ഐ വിൽ ഡു വൺ തിങ്, ഇല്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. സോ ഓഫ് റോഡ് ബിഗിൻസ് എന്നൊക്കെ വേണേൽ പറയാം. ഒരുപാട് ഓഫ് റോഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയതില്ല, ബട്ട് അത്യാവശ്യമുണ്ട് ഗൈസ്, അത്യാവശ്യമുണ്ട്. ഓഹോ. സോ ഡ്യൂക്കുമായിട്ട് ഫസ്റ്റ് ഓഫ് റോഡിങ് ആണ്. ഡ്യൂക്ക് നമ്മൾ എടുത്തുകൊണ്ട് വന്നതിൻ്റെ ഫസ്റ്റ് ഓഫ് റോഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. എൻഡോർക്ക് ഓൾറെഡി എന്താ പറയുക എക്സ്പേർട്ടായി. കാരണം എൻഡോർക്കുമായിട്ട് ഫസ്റ്റ് ഓഫ് റോഡ് പോയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ ഒരു കയറ്റം, അത് നമ്മുടെ വാഗമൺ കുട്ടിക്കാനം റൈഡിലായിരുന്നു. രണ്ടാമത് ശരിക്കും ഒരു ഓഫ് റോഡ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇലവിഴ പൂഞ്ചിറ പോയപ്പോഴായിരുന്നു എൻഡോർക്കിൽ. അത് കഴിഞ്ഞ് നമ്മൾ വട്ടവട. സോ ഓൾറെഡി എൻഡോർക്ക് കുറച്ച് എക്സ്പേർട്ടാണ്, ബട്ട് ഡ്യൂക്കുമായിട്ട് ആദ്യത്തെ തവണയാണ്. അപ്പോൾ ഡ്യൂക്കിന് കുറച്ച് എക്സ്പേർട്ട് കുറവാണ് ആൾ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ബട്ട് ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗായ്സ്, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വ്യൂ. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. ബട്ട് ഓഫ് റോഡിങ് ആണ്, ഒരുപാട് കട്ട ഓഫ് റോഡിങ് ഒന്നും അല്ല, ബട്ട് നൈസ് ഓഫ് റോഡിങ് ആണ്, വലിയ കുഴപ്പമില്ല. ആർക്കും സോ ഫാർ സോ ഗുഡ്. ആർക്കും സുഖമായിട്ട് ഏത് ബൈക്കിലും, ഇപ്പോൾ എൻഡോർക്കായാലും സ്കൂട്ടറിലായാലും ഏത് ബൈക്കിലാണെങ്കിലും വരാൻ പറ്റുന്ന ഓഫ് റോഡാണ്. വ്യൂ ഒരു രക്ഷയില്ല, അമേസിങ് വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. സോ വേറെ റൈഡേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് 9.7 കിലോമീറ്റേഴ്സ് ഉണ്ട് സത്രം. സോ വേറെ അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ. ആൻഡ് സോ ഫാർ സോ ഗുഡ്. ഓഫ് റോഡിങ് അങ്ങനെ ഒരുപാട് ഹെവി ഓഫ് റോഡൊന്നും അല്ല, ബട്ട് മീഡിയം ഓഫ് റോഡിങ്. ബട്ട് വ്യൂ ഒരു രക്ഷയില്ല, വ്യൂ അടിപൊളി വ്യൂ ആണ്. ലുക്ക് അറ്റ് ദ വ്യൂ. നല്ല പോലെ കോടയും കയറിയിട്ടുണ്ടോ, അതുകൊണ്ട് നല്ല അടിപൊളിയാണ്. നമ്മളിപ്പോൾ നിലവിലൊരു ഒരുപാട് അങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റുന്നൊരു വഴിയല്ല. കാരണം ഒന്ന് ചരലുമാണ്, കല്ലുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ആവറേജ് സ്പീഡിലേ പോകുന്നുള്ളൂ. രണ്ടാമത് എൻ്റെ വണ്ടി ഡിസ്ക്കാണ്. അപ്പം ഒരുപാട് സ്പീഡിൽ പോയി അങ്ങ് ഇടിച്ച് കയറിയാൽ ചിലപ്പോൾ ഡിസ്ക് എല്ലാം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മെക്കാനിക്ക് പോയിട്ട് ഒരാളെ പോലും കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. Still of the night, gazing up at the sky, when the stars began to fade, dimming lanterns in our eyes, thought there was nothing to find. I stopped searching for a reason, just let the world embrace us. In the silence we are one, can't escape from this feeling inside. ഇവിടെ വഴി ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. അവിടെ നിന്നാണ് ഞാൻ വന്നത്. ഞാൻ വിചാരിച്ച് ഇങ്ങോട്ടായിരിക്കും എന്ന് ഓർത്ത് മുകളിലോട്ട്, പക്ഷെ മുകളിലോട്ടല്ല താഴോട്ടാണ് നമുക്ക് പോകേണ്ടത്. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് മനസ്സിലായത്. സോ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. സോ അവിടെ നിന്ന് വരുമ്പോൾ മുകളിലോട്ടല്ല താഴോട്ടുള്ള വഴിയിൽ റേഡിയേറ്ററിൻ്റെ ഫാനിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല. കാരണം മേ ബി എൻ്റെ വോയിസിനേക്കാളും കൂടുതൽ റേഡിയേറ്ററിൻ്റെ സൗണ്ടായിരിക്കും വരുന്നത്. നല്ല അടിപൊളി ഓഫ് റോഡാണ്. ഇങ്ങനെ ഓഫ് റോഡ് വരുമ്പോൾ ഉണ്ടല്ലോ, ഒരിക്കലും ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ നോക്കരുത്, റിയർ ബ്രേക്കിൽ തന്നെ പോരുക, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓ മൈ ഗോഡ്, ഇതെന്താണ് ഗൈസ്, ഇത്രയും ഓഫ് റോഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓ ഓ ഓ ഓ ഓ ഓ തട്ടുമോ ഇല്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകത്തില്ലേ?
സോ ഇതാണ് സിറ്റുവേഷൻ ഗായ്സ്, വഴിയുടെ സിറ്റുവേഷൻ. തിങ്ക് ഐ വിൽ ഗോ ലൈക്ക് ദിസ്. കുറച്ച് ഡേഞ്ചറാണ്, ബട്ട് ദിസ് ഇസ് ഫൈൻ. നല്ല ഇടി വെട്ടുന്നുണ്ട് ഇവിടെ, നല്ലപോലെ മഴ പെയ്യാനുള്ള ചാൻസസും ഉണ്ട്. ഈ സത്രം ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൾട്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഡിഫിക്കൾട്ട് ടെറൈൻസ് വിഷയമില്ല, പക്ഷേ നമ്മൾ സെറ്റാണ് ഗൈസ്. സോ ഓഫ് റോഡിങ് കഴിഞ്ഞു, നല്ലൊരു വഴി ടെർമാക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. എത്ര നേരത്തേക്കെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല, ബട്ട് അത്യാവശ്യം ടെർമാക്കൊക്കെ സ്റ്റാർട്ടായി. ഇനി നമുക്കൊരു 8.4 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട് സത്രത്തിലോട്ട്. ഒരു ഓഫ് റോഡിങ് കഴിഞ്ഞു, ഇനി ഓഫ് റോഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ലുക്ക്, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കി, നല്ല അടിപൊളി വ്യൂ കേട്ടോ. സോ ഇവരും സത്രത്തിലോട്ടാണ് വഴിയിൽ നിന്ന് പരിചയപ്പെട്ട കേട്ടോ ഗൈസ്. സോ ഇവിടെ നിന്ന് റൈറ്റ് അങ്ങാണ്ട് തിരിയണം. ഗൂഗിൾ മാപ്പ് അങ്ങനെയാണ് കാണിക്കുന്നത്. ഐ തിങ്ക് ആ റൈറ്റാണെന്ന് തോന്നുന്നു. സോ ഇനിയും അടുത്ത ഓഫ് റോഡിലേക്ക് സ്വാഗതം ഗൈസ്. ഐ തിങ്ക്, ഓ മൈ ഗോഡ്, അല്ലേ നേരെയാണോ? സോ ആകെ ഒരു കൺഫ്യൂഷൻ. ലെറ്റ്സ് സീ, എന്തായാലും നമുക്ക് പോയി നോക്കാം. സോ ഇവിടെ അടിപൊളി വ്യൂ ഒക്കെ, നല്ല അടിപൊളി തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകൂടെ മഴയും കൂടെ പെയ്തുകൊണ്ട് നല്ല അടിപൊളി വ്യൂ ആയിട്ടുണ്ട്. ആൻഡ് ടു ബി ഓണസ്റ്റ്, നല്ലൊരു സ്ഥലം, ഒരു ഗ്രാമപ്രദേശം എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ഒരു വൈബ്. ഇത്രയും നാളും പോയിട്ട് കിട്ടാത്തൊരു വൈബ് എനിക്ക് കിട്ടുന്നുണ്ട്. ബട്ട് എത്ര നേരത്തേക്കെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു ഡ്രോൺ ഇല്ലാത്തതിൻ്റെ വിഷമം ഇപ്പോഴാണ് ഞാൻ സത്യം പറയാൻ മനസ്സിലായത്. നോക്കി, അടിപൊളി ലൊക്കേഷൻ, അടിപൊളി വ്യൂ. പക്ഷേ ഒരു ഡ്രോൺ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഡ്രോൺ ഷോട്ട് എടുക്കുകയാണെന്നുള്ളൂ, അടിപൊളിയായനെ. വഴി ഇത്രയും ചെറുത്, പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് ഗായ്സ്, ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഒരു രക്ഷയില്ല കേട്ടോ, അതുപോലെ അടിപൊളി സെറ്റ് വ്യൂ ആണ്. കളർ ഗ്രേഡൻസ് ആണ് ഇവിടെ ഉണ്ടല്ലോ. ലൈറ്റ് പച്ച, കുറച്ച് ദൂരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മീഡിയം പച്ച, അങ്ങോട്ട് ഹാർഡ് പച്ച. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നവരെ. വഴി ഇപ്പോഴും ടെർമാക്ക് തന്നെയാണ്, ബട്ട് സത്രം എത്താൻ ഇനിയുണ്ട് 7.4 കിലോമീറ്റർ. ഹിമാലയൻ പുറകിലുണ്ട്, ഞാൻ ആക്ച്വലി ലീഡ് ചെയ്തു. സത്രം ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. സത്രം ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വി ആർ ഓൾസോ എൻജോയിങ് ഇൻ അവർ ബൈക്സ്. അവർ പുറത്തുനിന്ന് വന്ന് ജീപ്പൊക്കെ എടുത്ത് കറങ്ങി നടക്കുന്നു, നമ്മൾ ഇതുപോലെ ബൈക്കിൽ കറങ്ങി നടക്കുന്നു. സോ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് വേറെ ലെവലാണ് ഗൈസ്. നിങ്ങൾക്ക് ട്രാവലിംഗ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ, യെസ് ഓർ നോ കമൻറ്റ് ചെയ്യുക ഗൈസ്. അങ്ങോട്ട് ഞാൻ വഴി നല്ല കുറച്ച് ബെറ്റർ വഴി കാണുന്നുണ്ട്. മേ ബി അങ്ങോട്ടായിരിക്കും നമുക്ക് പോകേണ്ടത്, അങ്ങോട്ട് തന്നെയാണ്. ഐ തിങ്ക് അങ്ങോട്ട് തന്നെയാണ്. ഗൂഗിൾ ആൻറ്റി പറയുന്നു അങ്ങോട്ട് തന്നെ പോകണമെന്ന്. എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം ഗൈസ്. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം, വല്ല തോട്ടിലോ പുഴയിലോ കൊണ്ട് ഇട്ടേക്കരുത്, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ട. സോ ഞാൻ എൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഷെയർ ചെയ്തായിരുന്നു ലാസ്റ്റ്, എൻ്റെ ഗോവ ടു കേരള വീഡിയോയിൽ. നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഞാൻ ഗൂഗിൾ മാപ്പുമായിട്ടുള്ളൊരു ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ആ വ്ളോഗ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്നും കൂടെ പോയി ആ വ്ളോഗ് ചെക്കൗട്ട് ചെയ്യുക. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. Amazing, really amazing guys. Oh my god. സോ ചെറിയൊരു സ്റ്റോപ്പ് എടുത്താണ് ഈ ഒരു ലൊക്കേഷൻ കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് പോയി ഗൈസ്. ഇവിടെ നിന്നല്ലോ ഒന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കണം തോന്നി. ദ ലൊക്കേഷൻ ഈസ് റിയലി അമേസിങ്. ഇതൊക്കെ ആക്ച്വലി എന്താ പറയുക, ടീ ഫാമിങ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അതാട്ടോ ഒരുപാട് ഗ്രീനറി ഇങ്ങനെ കാണാത്തില്ല, ഇത് ഫുള്ള് നിറഞ്ഞു നിന്നേനെ. ആൻഡ് ആ ഒരു മല നോക്കി നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്യൂട്ടിഫുൾ. ഇവിടെ വന്നാൽ എന്തായാലും വർത്താണ് ഗൈസ്, അടിപൊളി വർത്താണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കറങ്ങാൻ വേണ്ടി, പക്ഷേ മഴയും ചെറുതായിട്ട് തൂളുന്നുണ്ട്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല, അമ്മാതിരി വ്യൂ ആണ്. ആൻഡ് ടു ബി ഓണസ്റ്റ്, സോ സത്രം വ്യൂ ഒരു രക്ഷയില്ല.
ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ നല്ലപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് പേടിക്കണ്ട. സോ ഇനി കയറ്റം മുഴുവൻ തിരിച്ച് കയറണം. കയറ്റം കയറാൻ എളുപ്പം. സോ ഇവിടെ നിന്ന് 4 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പ് 5 കിലോമീറ്ററും. ഞാൻ ആക്ച്വലി വ്യൂ പോയിൻറ്റിന് അവിടെ വരെ ആട്ടോ ഇട്ടേക്കുന്നത്. സോ ഐ തിങ്ക് 4 കിലോമീറ്റേഴ്സ് 5 കിലോമീറ്റേഴ്സ് മോർ. പക്ഷെ മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട്. അത് കാരണം പണി കിട്ടുമോ എന്നറിയില്ല. എല്ലാവരും ക്യാമറയിലോട്ടാണ് നോക്കുന്നത്. ക്യാമറ കണ്ണുകളിലോട്ടാണ് നോക്കുന്നത് എല്ലാവരും. ക്യാമറ ഒന്ന് ക്ലീൻ ചെയ്താക്കാം. സോ മണ്ണ് വഴി തുടങ്ങി ഗൈസ്. സോ ഗൂഗിൾ പറയുന്നത് ഇതിലേ പോകണം വ്യൂ പോയിൻ്റ് കാണണമെങ്കിൽ എന്നാണ്. അപ്പോൾ നമ്മൾ വന്നാൽ ഞാൻ ഓർത്തു ഇതിലേ അങ്ങ് പോകാം, വ്യൂ പോയിൻ്റ് കാണാനും എടുക്കാനും ഒക്കെ ആയിട്ട്. ഇറ്റ്സ് റിയലി അമേസിങ്. വഴിയൊക്കെ നല്ല അടിപൊളി. കല്ല് നോക്കി. മഴയത്ത് ഇതുപോലത്തെ ഏരിയയിൽ കറങ്ങുന്നത് കുറച്ച് റിസ്ക്കാണ്. ഉയ്യോ. Do some archbishop. Been a school them from when me in a khaki shop. Liverpool couldn't test the way me raw sit up quick draw. Him drop and can't get up. Him not fast enough for my problem that you never solve. Send for the Dan brace for a firestorm, cause I turn into a monster. Ready for the war. Better with your flag. None of them boy they no bad. ചേട്ടാ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി. ആ ആ ഓക്കെ ഓക്കെ. ഇതിലെ ആ താഴത്തെ വഴി കൂടെ പോകാൻ പറ്റുമോ? അത് ശരി. ഓക്കെ താങ്ക് യു. സോ ഗൂഗിൾ മാപ്പിനെ 101% വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് റീസൺ ഉണ്ട് കേട്ടോ ഗൈസ്. സോ ഇപ്പം നിലവിൽ എനിക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി താഴെയാണ്. ഞാൻ ആക്ച്വലി ലക്കിലി ഈ മുകളിലോട്ടൊന്ന് കയറി പോന്നു. ഇവിടെ ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞാൽ ആ വഴി കൂടെ പോകാൻ പറ്റത്തില്ല, ഇതാണ് വഴി. ഭാഗോ എൻ്റെ പൊന്നോ, ഇതിലെങ്ങനെ പോകുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഫാർ വഴിയെന്ന് പറഞ്ഞ സാധനം ഇല്ല. ബട്ട് എന്തായാലും നിലവിൽ നമ്മൾ സത്രം കാണാൻ വന്ന സ്ഥിതിക്ക് സത്രം കണ്ടിട്ടേ പോകുള്ളൂ. എന്താവും എന്നറിയില്ല ഗൈസ്, എന്തായാലും നോക്കട്ടെ. വ്യൂ പോയിന്റ് ആ ഓക്കെ താങ്ക് യു. സോ ഞാൻ ഒരുപാട് കട്ട ഓഫ് റോഡിങ് ആണെന്ന് വിചാരിച്ചു, പക്ഷേ ഇറ്റ് വാസ് റിയലി നൈസ് ആൻഡ് ഫൺ. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് സത്യത്തിൽ ചെറിയൊരു പേടി പോലെ തോന്നും. കാരണം നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇതുവരെ അങ്ങനെ ഓടിക്കാത്തതിൻ്റെ ഭാഗമായിട്ട്. ആൻഡ് ഇവിടുന്ന് റൈറ്റ് എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിയണം. അങ്ങനെ ഒരുപാട് കട്ട ഓഫ് റോഡിങ് ഇല്ലായിരുന്നു കുരുത്തം പോലെ. ആൻഡ് വ്യൂ പോയിൻ്റ് ഇതിലേക്കിടെയാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. സോ വി ഗോണ ട്രൈ. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ മാപ്പും വേറെ വഴി കാണിക്കുന്നുണ്ട്. 11 മിനിറ്റാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് ടോപ്പ് പോയിൻ്റ് വരെ എത്താൻ. നമുക്ക് നോക്കാം. മറ്റേ വഴി എത്തുമായിരിക്കും, പക്ഷേ മറ്റേ വഴി ക്ലോസ് ആണ്. ഞാനവിടെ പബ്ലിക്കിൽ ചോദിച്ചപ്പോൾ 2 പേരോട് ചോദിച്ചപ്പോഴും 2 പേരും പറഞ്ഞു ക്ലോസ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്ലോസ് ആയ വഴി കൂടെ നമ്മൾ എങ്ങനെ പോകും? പകുതി വഴി ചെന്നിട്ട് പോരാൻ പറ്റുന്നൊരു വഴിയല്ല. ഇവിടെ ലോക്കൽസിനോട് ചോദിച്ചില്ലേ ഉണ്ടല്ലോ, ഗൂഗിൾ മാപ്പ് നമ്മളെ ഇട്ട് വട്ടം കറക്കും. സോ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ ഒരു വഴിയേ കാണിക്കുന്നില്ല. ആൻഡ് ഞാൻ ഗൂഗിൾ മാപ്പ് എന്നെ കറക്കി തിരിച്ച് എവിടെയായിരുന്നോ ഞാൻ റൈറ്റാണ് എടുത്ത് അവിടെ തന്നെ കൊണ്ട് എത്തിച്ചു. എന്നിട്ട് ഞാൻ ഇപ്പോൾ നിലവിൽ അവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഈ വഴി കയറി വന്നത് തന്നെ. ആൻഡ് ഈ വഴി അങ്ങനെ ഒരുപാട് ഓഫ് റോഡിങ് എന്ന് പറയാനില്ല. അതായത് നിങ്ങൾക്ക് ഇവിടെ വ്യൂ പോയിന്റിൽ വന്നു കണ്ടല്ലോ, ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഒരു റൈറ്റ് ടേൺ കാണിക്കുക, അവിടെ ഒരു അമ്പലം പോലെ ഉണ്ട്, അവിടെ നിന്ന് നേരെ അങ്ങ് കയറിയാൽ മതി. ഇത്രയും നമ്മളെ വട്ടം ചുറ്റിച്ചിട്ട് എൻ്റെ പൊന്നോ. ഈ ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കിയവനെ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയ അവനെ കുനിച്ച് നിർത്തി കൂമ്പനിട്ടിടിക്കണം. എവിടെ നോക്കിയാണ് ഇവൻ മാപ്പ് കണ്ടുപിടിച്ചത്? ഒരു വഴിക്കടെ നേരെ പോകേണ്ടടുത്ത് വളഞ്ഞ് ചുറ്റി കറക്കി നമ്മളെ ഒരു പരുവാക്കുന്നത് തേണ്ടി. അവനെങ്ങാനും എൻ്റെ കൈ കിട്ടിയാണ്ടല്ലോ അവനെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലണം. ഫൈനലി ഗായ്സ്, നമ്മൾ സത്രത്തിൻ്റെ ഫൈനൽ പോയിന്റിലെത്തി. ഇത് ആക്ച്വലി ഫ്ലൈറ്റിൻ്റെ റൺവേ ആണ്. ഒരൊറ്റ ഫ്ലൈറ്റ് എങ്ങാണ്ട് ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ. അത് ഫ്ലൈറ്റിൻ്റെ റൺവേ ആണ് ഇവിടെ. ആൻഡ് ദിസ് ഈസ് ദ വ്യൂ ഫ്രം ഹിയർ. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ. ഓഫ് റോഡിങ് നിങ്ങൾ കണ്ടു കാണും, ബട്ട് ഒരുപാട് കട്ട ഓഫ് റോഡിങ്ങില്ല, ബട്ട് ഉണ്ട്, അത്യാവശ്യം നല്ല പോലെ ഉണ്ട്. ആൻഡ് ഈ റൺവേയിൽ ഒറ്റ പ്രാവശ്യം ഒരു ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുള്ളൂ, വേറൊരു ഫ്ലൈറ്റും ഇറങ്ങിയിട്ടില്ല. സോ അവിടെ ഏതോ ഒരു പോയിൻ്റ് ഞാൻ കാണുന്നുണ്ട്. ഐ തിങ്ക് അവിടെ വരെ പോകാൻ തോന്നുന്നു, ബട്ട് ഇത് ലോ ആണ് അവിടെ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ്, ലിറ്ററലി അമേസിങ്. ഇതിലല്ലേ ഇനി വഴിയുള്ളൂ. ഇതിൽ നമ്മളിവിടെ നിന്ന് ആക്ച്വലി വിടുവാണ്. ബിക്കോസ് അപ്പുറത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ട് എന്താ പറയുക പോകുന്നത് കുറച്ച് ഡേഞ്ചറാണെന്നാണ് പറഞ്ഞത്. ബട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നും എനിക്കുണ്ട്. ഇവിടുത്തെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടുത്തെ ഡേഞ്ചർ എന്ന് പറയുമ്പം ഏകദേശം എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഗിയറിലെ കയറി പോരുള്ളൂ. സോ ഇവിടെ നിന്ന് അങ്ങോട്ടെങ്ങാണ്ടാണെന്നാണ് എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ. സോ അപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ആക്ച്വലി ഞാൻ സോളോ ആയിട്ട് വന്നുകൊണ്ടാണ് ഒരുപാട് റിസ്ക് എടുക്കാത്തത്. ഒരാളും കൂടെ കൂടെ ഉണ്ട്, ഒരു ബൈക്കറും കൂടെ ഉണ്ടായിരുന്നത് ഡെഫിനറ്റ്ലി ഞാൻ കുറച്ചുകൂടെ റിസ്ക് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തേനെ. ബിക്കോസ് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹെൽപ്പ്. അപ്പോൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നമുക്ക് ആണെങ്കിലും ഒരു ഇത് മടുപ്പ് വരും. മടുപ്പിന് മാത്രമല്ല, ആക്ച്വലി നമുക്കാണേലും ഒരു എന്താ പറയുക, ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു
വല്ലാത്തൊരു പോയിൻ്റ് ഓഫ് വ്യൂ വരെ നമുക്കൊരു ധൈര്യവും കിട്ടും. അപ്പോൾ ബേസിക്കലി ഒറ്റയ്ക്കുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ ഒരുപാട് കട്ട് ചെയ്ത് പിടിക്കാത്തത്. ബിക്കോസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ പോലും ഇല്ല. അവൻ്റെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുപോലെ രണ്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈഡിലോട്ട് വണ്ടി ഇറങ്ങിപ്പോയാലും നമുക്ക് തന്നെ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നാമത് ബൈക്കേറും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പണി കിട്ടിയാൽ നല്ല പണിയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാൻ വേണ്ടിയിട്ടും എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. സോ ഇതിൽ കൂടുതൽ ഇനി കാണാനൊന്നും ഇല്ലെന്ന് തന്നെയാണ് പുള്ളിയും പറഞ്ഞപ്പോൾ. താഴെ ചെന്നാലും നമുക്ക് ഈ മുകളിൽ ചെറിയ വ്യൂസേ ഉള്ളൂ. ഇവിടെ നിന്നാണ് ഏറ്റവും നല്ല രീതിയിലുള്ള വ്യൂസ് കാണുന്നത്. ഞാൻ അവിടെ ഒരു ലോക്കലിൽ മറ്റേ ജീപ്പ് ഓടിക്കുന്നൊരു പുള്ളിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഏറ്റവും നല്ല രീതിയിൽ വ്യൂ കാണാൻ പറ്റുന്ന അവിടെ നിന്നാണ്. പിന്നെ ഉള്ളത് താഴോട്ട് പോയി കഴിഞ്ഞിട്ട് വലിയ വ്യൂ ഒന്നുമില്ല. ചെറിയൊരു ഡിഫറൻസ് നമ്മൾ മുകളിൽ നിന്ന് താഴെ നോക്കുമ്പോൾ മുകളിലോട്ട് നല്ല കുറച്ചുകൂടെ ഇപ്പോൾ ഈ കാണുന്ന പോലെയുള്ളൊരു വ്യൂസേ ഉള്ളതെന്നാണ് പുള്ളി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മൾ പോവാണ്. സമയം ഇപ്പം നിലവിൽ 3:30 നമ്മളെപ്പോൾ വീട്ടിലെത്തുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ട്രിപ്പ്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിരുന്നു. ആൻഡ് വീട്ടിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയെന്ന് ചോദിച്ചാൽ 108.9 കിലോമീറ്റർ സോഫാർ സോ ഗുഡ് നമ്മൾ ഓടിച്ചു. മൈലേജ് 37.4 കാണിക്കുന്നത്. സോ അറൗണ്ട് ഒരു 30-33 കിട്ടി കാണുമായിരിക്കണം എന്ന് ഞാൻ എൻ്റെ മനസ്സ് പറയുന്നു. പക്ഷെ പറയാൻ പറ്റത്തില്ല, കാരണം ഇത്ര ഓഫ് റോഡും കാര്യങ്ങളും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. സോ അതുപോലെ തന്നെ ഈ ഒരു വഴിയിലാണെങ്കിൽ ഇതുകൊണ്ടോ ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ വഴിയിൽ നിറച്ച് കല്ലാണ്. വരുന്ന ആൾക്കാർ മാക്സിമം ശ്രദ്ധിക്കുക. ജീപ്പുകാർ ഒരന്തവും കുന്തവും ഇല്ലാതെ വരുള്ളൂ. അപ്പോൾ വരുന്ന ആൾക്കാർ മാക്സിമം ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അവരൊട്ടും ശ്രദ്ധിക്കില്ല. അതുപോലെ സൈഡ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സൈഡ് ചേർന്ന് പോകാനും പറ്റത്തില്ല, കാരണം സൈഡിൽ വളരെ വലിയ വലിയ കല്ലുകളാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിപ്പുറത്തുള്ള ഈ ഒരു ഇതിലേക്കൂടെ നമുക്ക് പോകാനും പറ്റുള്ളൂ. അതാണ് പ്രശ്നം. സോ നോക്കിയാൽ ഫുള്ള് കോട ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി വൈബ് കേട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വൈബ് സെറ്റ് സ്ഥലം. വന്ന വഴി തന്നെ തിരിച്ചു പോകണം. അത്യാവശ്യം നല്ല പോലെ തണുപ്പായിട്ടുണ്ട്, നല്ല പോലെ കോട ഇറങ്ങുന്നുണ്ട്. സോ കോട ഒരുപാട് കൂടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുട്ടിക്കാനം എത്തണം. സോ മാക്സിമം അതാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം നമ്മൾ കുട്ടിക്കാനം എത്തണം. സോ ഇവിടെ നിന്ന് കുട്ടിക്കാനം എത്തിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അയ്യോ എൻ്റെ കൊമ്പ് നോക്കി. സോ പക്ഷേ അടിപൊളി വൈബ് സ്ഥലം കേട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം വൈബാണ് ഇവിടെ. എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രത്യേക വൈബും ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടിപൊളി സെറ്റ് സ്ഥലം. സോ എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി സെറ്റ് സ്ഥലമാണ്. എനിക്കെന്തായാലും വന്നാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സമയം 3:30 3:30 3:36 ആൻഡ് തണുക്കുന്നുണ്ട് നല്ല പോലെ ഗൈസ്. പൊളിയായിട്ട് കോട കയറി. ലുക്ക് ഒന്നും കാണത്തില്ല, അമ്മാതിരി കോട കയറി. സോ അടിച്ചു വിട്ട് പോകേണ്ട വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറച്ച് മുമ്പേ റെസ്റ്റ് എടുക്കാൻ നിന്ന സ്ഥലമാണ്. അപ്പോൾ നോക്കിയാൽ കോടയുടെ അകത്തേടെ വാവ് ഫ്രഷ് ഓക്സിജൻ, നല്ല തണുത്ത അടിപൊളി കാറ്റ്. വാവ് ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഒരു രക്ഷയില്ല കേട്ടോ, അമ്മാതിരി വ്യൂ സെറ്റ്. എന്തൊക്കെ പറഞ്ഞാലും സെറ്റ്. കുറേ നാൾ കൂടിയാണ്, കാരണം അന്ന് ലാസ്റ്റ് ടൈം മറയൂർ പോയപ്പോഴാണ് ഇത്രയും കോടയും കാര്യങ്ങളും. അതിനുശേഷം ഇന്നാണ് ഇതുപോലെ കോട കിട്ടുന്നത്. സോ പശു വന്നത് കണ്ട ഗൈസ്. ഒരു സെക്കൻഡത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ച വണ്ടിയെ വല്ല ഒന്ന് കുത്തുവന്ന്, അമ്മാതിരി പേടിച്ചു പോയി ഞാൻ.
സോ ഇവിടെ നല്ലപോലെ അടിപൊളിയായിട്ട് ഫോഗ് കയറിയിട്ടുണ്ട്, നല്ലപോലെ ഫോഗ് കയറിയിട്ടുണ്ട്. ആൻഡ് റോഡ് കണ്ടല്ലോ, ഇതുപോലെ സിഗ്സാക്ക് റോഡാണ്. പിള്ളേരെല്ലാം ഡ്യൂക്കിന് തിരിഞ്ഞു നോക്കുന്നു. വാവ്, ഇവരൊട്ടും പേടിയില്ലല്ലോ, പേടിയില്ലാത്തവൻ. പക്ഷേ അടിപൊളിയാട്ടോ ഇന്നത്തെ ട്രിപ്പ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ലാസ്റ്റ് മറയൂർ വട്ടവടയൊക്കെ പോയപ്പോഴായിരുന്നു ഇതുപോലെ കോടയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഇന്ന് മഴയായി, കോടയായി, അടിപൊളി വൈബ്, സെറ്റ് വൈബ് ഗൈസ്, സെറ്റ് വൈബ്. ആൻഡ് ഐ എം റിയലി എൻജോയിങ് ദിസ് റൈഡ്. കാരണം എനിക്ക് എത്ര ബൈക്ക് ഓടിച്ചാലുണ്ടല്ലോ, എത്ര ബൈക്ക് ഓടിക്കുമോ അത്ര ഞാൻ ഹാപ്പി ആവും. കാർ ഓടിച്ചാൽ ഞാൻ അത്ര ഹാപ്പി ആവത്തില്ല. ബൈക്കിൽ എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് വേറെ ലെവലാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. കാർ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് ഒരു വ്യക്തിയല്ല, കാറ് ഞാൻ ഓടിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് കാറുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ട്രിപ്പ് പോകാൻ, അതും സോളോ ആയിക്കോട്ടെ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ട്രിപ്പ് പോകാൻ എനിക്ക് ബൈക്കാണ് ഇഷ്ടം. ബൈക്കിൽ ഞാൻ കംഫർട്ടബിൾ ആകുന്ന പോലെ ഞാൻ കാറിൽ കംഫർട്ടബിൾ ആകത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് നോ, ബട്ട് ഐ റിയലി ലൈക്ക് ബൈക്സ്. ബൈക്കിൽ ട്രിപ്പ് പോകുന്നതിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അതൊരു പ്രത്യേക വൈബുമാണ്. എനിക്ക് പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു എനർജിയാണ്. എനിക്ക് ബൈക്കിൽ എത്ര ഓടിച്ചാലും ഒരു മടുപ്പില്ല. അതുപോലെ ഒരു സ്പെഷ്യൽ എനർജിയാണ് ഞാൻ ബൈക്ക് ഓടിക്കുമ്പോൾ. സോ ലുക്ക് അറ്റ് ദിസ്, അടിപൊളി ക്ലൈമറ്റ് ഗൈസ്, അടിപൊളി, നെക്സ്റ്റ് ലെവൽ, A1 സൂപ്പർ. ഓ, ചെറിയൊരു പട്ടിക്കുഞ്ഞ് ക്യൂട്ടായിട്ടുണ്ട്. എല്ലാവരും ക്യാമറയിലോട്ടാണ് നോക്കുന്നത്. എല്ലാവരും, ഈച്ച് ആൻഡ് എവരി വൺ ക്യാമറയിലോട്ടാണ് നോക്കുന്നത് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ. ആക്ച്വലി ആ ആൾക്കാരിങ്ങനെ വ്ളോഗേഴ്സിനെ ഇങ്ങനെ കാണാറില്ല, അല്ലെങ്കിൽ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്നൊന്നും എല്ലാവരും, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് നോക്കുന്നുണ്ട്, ഒരുപാട് പേര്. സോ ഇവിടെ ഐ തിങ്ക് ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് ഫ്രണ്ടിൽ നിന്ന്, ഇവിടെ നല്ല. സോ സർപ്രൈസിംഗ്ലി ഇവിടെ നമ്മുടെ KSRTC സർവീസ് നടത്തുന്നുണ്ട് ഗൈസ്. നോക്ക്, എൻ്റെ ഫ്രണ്ടിൽ KSRTC. ആൻഡ് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഇവിടെയും KSRTC സർവീസ് ഉണ്ട് എന്ന്. ബട്ട് എവിടെ നിന്നാണ് ബസ് കാര്യങ്ങൾ ഐ ഡോണ്ട് നോ. ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ലല്ലോ. ബട്ട് ഇറ്റ് വാസ് റിയലി എ ബിഗ് സർപ്രൈസ് ഫോർ മീ. സോ ലുക്ക്, എൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. 360 പൊക്കി വെക്കാനും പറ്റത്തില്ല, കാരണം ഒരുപാട് ഗട്ടറുള്ള റോഡാണ്, പോട്ടോൾസ് ഭയങ്കര കൂടുതലാണ്. സോ ഞാനവിടെ പുറകെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇതിലേ നേരെ പൊക്കോളാൻ പറഞ്ഞു, കുറച്ചുകൂടെ ബെറ്റർ ഇതാണെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഇതിലേ പോകാമെന്ന് വെച്ചു. ഒന്ന് ചുറ്റിയേക്കാം, ആ സെയിം ഓഫ് റോഡിൽ കൂടെ പോകുന്നേക്കാളും നിങ്ങൾക്ക് പുതിയ വഴികൾ കാണാമല്ലോ, അങ്ങനെ ഓർത്തു. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഇതിലേക്ക് പോകുന്നു. ഇനി ഇതിലെ വല്ല ഓഫ് റോഡ് ഷോർട്ട് കട്ടും കയറേണ്ട വരുമോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ എന്തായാലും. അത്യാവശ്യം ഇപ്പം ഇത്രയും നേരം ഇതുപോലെ ടെർമാക്ക് റോഡാണ്, ഇടയ്ക്ക് പോട്ടോൾസും കാര്യങ്ങളും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെർമാക്കാണ്. വലിയ കുഴപ്പം എനിക്കിതുവരെ വന്നില്ല. ബട്ട് ലെറ്റ്സ് സീ. എനിക്ക് തോന്നുന്നത് നമ്മൾ വന്ന ഓഫ് റോഡ് വഴി തന്നെ നമ്മൾ പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഞാൻ നോക്കുന്നുണ്ട്, ബിക്കോസ് പുള്ളി പറഞ്ഞ നേരെ പോവുക എന്നാണ് പറഞ്ഞത്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ ഏതൊക്കെയോ വഴിയാണ് കാണിക്കുന്നത്, ആകെ കൺഫ്യൂസിങ് ആയിട്ട്. സോ ഐ എം ഗോണ ചെക്ക്, ആരോടെങ്കിലും ചോദിക്കണം തിരിയുന്നതിന് മുമ്പായിട്ട്. എന്തായാലും നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു സൈഡൊന്നും ഇല്ലായിരുന്നു, പിന്നെ അത് വേറെ ഏതോ ഒരു വഴിയാണ് കാണിക്കുന്നതും. സോ അതുകൊണ്ടൊരു ശക്കല എനിക്കൊരു കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട്. വേറെ വല്ല പാതാളത്തിലും പോയി ചെന്ന് കയറുമോ എന്നുള്ളൊരു പേടി. ഇപ്പോൾ ലാസ്റ്റ് ടൈം കണ്ടില്ലേ, 10 കിലോമീറ്റർ 12 കിലോമീറ്റർ കറക്കി മനുഷ്യനെ നടുപിടിക്കാൻ നോക്കിയ ടീമാണ് ഗൂഗിൾ മാപ്പ്. സോ ഇതൊക്കെ ആക്ച്വലി ഇതിന് ആപ്ലിക്കേഷന് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നവന് കുറച്ചൊക്കെ എങ്കിലും ഒരു ബോധമുള്ളവനെ പിടിച്ച് വല്ല ജോലിക്ക് നിർത്താനുള്ളവന്. അല്ലാതെ ഇതിലേ പോകേണ്ട വഴിക്ക് 10 കിലോമീറ്റർ അപ്പുറേക്കടെ കറങ്ങി അടിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഏതവനെ സഹിക്കും? ഇവനൊക്കെ പെട്രോളിൻ്റെ കാശ് ഇവൻ തരുമോ? 106 രൂപയാണ് കാശ് പെട്രോളിന് വില. 106, 1-2 രൂപയല്ല, 10 രൂപയാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. 106 രൂപയാണ്. അത്രയും രൂപയ്ക്ക് പെട്രോൾ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ കത്തിക്കുന്നതിന് പെട്രോൾ ഇത്രയും കത്തിക്കണ്ടേ? എത്ര കിലോമീറ്റർ ഓടുന്നോ അത്രയും കത്തുമല്ലേ? അപ്പോൾ പിന്നെ ഇവനൊക്കെ മര്യാദക്കുള്ള വഴി കാണിച്ചെന്നാൽ എന്താ കുഴപ്പമെന്നോ? ശരിയാണല്ലേ ഗൈസ്? നിങ്ങൾക്ക് ഓഫ് റോഡിങ് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു വഴിക്കടെ നിങ്ങൾക്ക് പോരാവുന്നതാണ്. ആൻഡ് ഇവിടെ അധികം ഓഫ് റോഡിങ് ഒന്നുമില്ല, ചെറിയ പോട്ടോൾസേ ഉള്ളൂ.
പുള്ളി പറഞ്ഞ വഴി രീതിയിൽ വന്നതുകൊണ്ട് നമുക്ക് ഓഫ് റോഡിംഗ് ഒന്നും വന്നില്ല. ആൻഡ് സോ ഫാർ സോ ഗുഡ്. വഴി ഇങ്ങോട്ട് കയറിയപ്പോൾ വഴി നല്ല അടിപൊളിയായി. ഫുഡ് ബ്രേക്ക് കുഴിമന്തി എനിക്ക് വേണ്ട. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കയറി അതേ ഹോട്ടലിൽ തന്നെ കയറിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു, ചായ കുടിക്കാൻ വേണ്ടി. കാരണം എനിക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരുപാട് വലിയ റെസ്റ്റോറൻറ്റ് വേണമെന്നില്ല. വേറൊന്നുമല്ല കേട്ടോ ഹോൺ അടിക്കുന്നത്. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് പോലും ഉമ്മാർ നോക്കത്തില്ല. അതാണ് പ്രശ്നം. In a hour, do some archbishop. Been a school them from when me in a khaki shot. Liverpool couldn't test the way me raw sit up quick draw. Him drop and can't get up, him not fast enough for my problem that you never solve. Send for the Dan brace for a firestorm, cause I turn into a monster. Ready for the war, better with your flag. None of them boy, they no bad. None of them boy, they no bad. Bad ones in power, do some archbishop. Them no bad. School them from me in a darkish. Them no bad. Fool couldn't test the way me raw sit up the drop. If I can't meet up, no fast enough for my problem that you never solve. Send for the damn grace for your firestorm, cause I turn into a monster. Ready for the war, better with your none of them boy, they no bad. Left a mark, young gog on a regular. Me say them hardly ready. Them a new type of artillery. We a bus and a Tom and Jerry. Out the blue I hit you with a airstrike. Them not bad like me air Nikes. It's a rare sight, yeah. Steady aim with precision, make the vision with a clear sight. Better go get your affairs right. Them boy they no bad. None of them boy, they no bad. Road back, live with my bar. If you mark, them no bad. I'm no regular. Me see them hard, them no bad. Me a new type of artillery. Me a bust, I'm a Tom and Jerry. Out the blue, you with the airstrike. Them no bad. Me every night, no bad. Clear sight. Steady aim, them no bad. And it's the vision with a clear sight. Better to get your fit. Them boy, they no bad. നമ്മൾ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തു. ബിക്കോസ് ബ്രേക്ക് എടുത്തില്ലെങ്കിൽ ശരിയാവുമല്ലോ ഗൈസ്. അത് കാരണം ചെറിയൊരു ബ്രേക്ക് എടുത്തു. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഓഫ് റോഡ് പോകാൻ താല്പര്യമില്ലെങ്കിൽ പോകാൻ പറ്റുന്ന വഴിയായിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിക്കുന്നത്. സോ ഇതിലെന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം എക്സ്ട്രാ കിലോമീറ്റർ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആൻഡ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വഴിയാണ്, കയറ്റവും ഇറക്കവുമാണ്. അപ്പോൾ അതിനനുസരിച്ച് സൂക്ഷിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വരിക. 1 ലിറ്റർ വെള്ളം അവിടെ നിന്ന് മുകളിൽ ചെന്നിട്ട് ഒറ്റ 1 ലിറ്റർ വെള്ളം അങ്ങോട്ട് കുടിച്ചായിരുന്നു. ബട്ട് സോ ഫാർ സോ ഗുഡ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റും, അതുപോലെ തന്നെ വ്യൂ ഒക്കെ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ. എനിക്ക് ഇവിടുത്തെ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെ ലെവലാണ്. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇങ്ങനെയാണ് താല്പര്യം. നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ സെയിം ഡ്യൂക്കാണ്, ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ അത് തന്നെ സെയിം ഡ്യൂക്ക് 200. ബട്ട് ഐ തിങ്ക് പഴയതാണോ പുതിയതാണോ ഐ ഡോണ്ട് നോ.
പക്ഷേ എനിക്ക് അങ്ങനെ ടെയിൽ ടൈഡി താല്പര്യമില്ല ഗൈസ്. കാരണം എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ വണ്ടി കുറച്ച് സ്റ്റോക്കിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ മാറ്റാറില്ല. സോ ഇത് സെയിം വണ്ടി തന്നെ, സെയിം വണ്ടി തന്നെ ഗൈസ്. സോ ഇവിടെ നിന്ന് കുട്ടിക്കാനം ഏകദേശം എനിക്ക് ഐ തിങ്ക് അറൗണ്ട് 12-13 കിലോമീറ്റർ ഉണ്ട്. സോ ഫാർ സോ ഗുഡ്. വണ്ടിയുടെ പെർഫോമൻസിലൊന്നും ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ കുട്ടിക്കാനം ടൗൺ കഴിഞ്ഞു. സോ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാനാണ് പ്ലാന്. ആക്ച്വലി മറ്റേ വഴി കുറച്ച് ലോങ് ആണ്, അതുപോലെ തന്നെ എത്താനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം സമയം 4:30 ആവാറായി. സോ അതുകൊണ്ട് തന്നെ വന്ന വഴി തന്നെ വിടാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണിപ്പം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. സോ ഫാർ സോ ഗുഡ്. വണ്ടി 141 കിലോമീറ്ററായി വീട്ടിൽ നിന്ന് ഇന്ന്. സോ ഇവിടെയാണ് നമ്മൾ നേരത്തെ മഴ പെയ്തപ്പോൾ ഇവിടെ കയറിയിരുന്നത്. സോ ഇങ്ങോട്ട് മഴയില്ല, പക്ഷെ നല്ല അടിപൊളി തണുത്ത കാറ്റും തണുത്ത ക്ലൈമറ്റും ആയതുകൊണ്ട് വണ്ടി ഓടിക്കാനും നല്ല സ്മൂത്താണ്. ഒരു ചായ കുടിക്കാം ഗൈസ്, നല്ല തണുപ്പും. In a world of constant evolution, where the line between man and machine begins to blur, a new age of possibility emerges. Where humanity is augmented to achieve what was once thought impossible. Welcome to the age of cybernetics. Brilliant minds push the limits of what we thought was possible. Pushing the boundaries of human potential. Where technology can enhance us beyond our wildest dreams. The future is here. സോ അവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് ഒറ്റ പറപ്പീരായിരുന്നു. സോ ഇവിടെ ചെറുതായിട്ടൊരു ഡ്രിസലിംഗ് ഉണ്ട്. ഒരുപാടെന്ന് പറയാനില്ല, ചെറിയൊരു ഡ്രിസലിങ്. ഇവിടെ ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണിച്ചു തന്ന വഴിയാണ്.
സോ സെയിം റൂട്ടിൽ കൂടെ തന്നെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മഴ പെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ കോട്ടയം വഴി എന്ന് പറയുമ്പോൾ കുറച്ച് ചുറ്റാണ്. മഴ പിന്നെയും തുടങ്ങി. നമ്മൾ പൊൻകുന്നൊന്നും എത്തിയിട്ടില്ല ഇതുവരെ. പൊൻകുന്നം എത്താൻ പോകുന്നേ ഉള്ളൂ. ഐ തിങ്ക് അറൗണ്ട് ഒരു 10 kilometers മോർ ടു പൊൻകുന്നം. നമ്മൾ നിലവിൽ കാഞ്ഞിരപ്പള്ളി എത്തി. കാഞ്ഞിരപ്പള്ളി നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു നമ്മൾ പൊൻകുന്നത്തേക്ക് തിരിയണം. പൊൻകുന്നത്തുനിന്ന് പാലായിലോട്ടുള്ള വഴിയിലോട്ട് നമ്മൾ കയറി. ആൻഡ് സോ ഫാർ സോ ഗുഡ്. ഇവിടെ ഒരുപാട് മഴ ഉണ്ട്. മഴ തൂളുന്നുണ്ട്. ചെറിയൊരു ബ്രേക്ക് എടുത്തു. എൻ്റെ ഗോപ്രോയിൽ ബാറ്ററി കുറച്ച് ലോ ആണ്. ചിലപ്പോൾ ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. പാല നമ്മൾ ബൈപ്പാസ് ചെയ്തു. നമ്മൾ രാവിലെ വന്ന അതേ ഷോർട്ട് കട്ടിൽ തന്നെ തിരിച്ചു കയറി. സോ ഫാർ സോ ഗുഡ്. വേറെ കുഴപ്പമൊന്നുമില്ല, ഇഷ്യൂസ് ഒന്നുമില്ല. വണ്ടിക്ക് ഇത്രയും മഴയത്ത് വണ്ടി ഓടിയിട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ നേരെ കുറവലിങ്ങാട്ടേക്കുള്ള വഴിയിലോട്ട് കയറി. ഇവിടെ ഉണ്ടല്ലോ നേരത്തെ നല്ല അടിപൊളി മഴ പെയ്തിട്ട് പോയ ലക്ഷണമുണ്ട്. നല്ല പോലെ വെറ്റാണ്, അതായത് റോഡൊക്കെ നല്ല പോലെ വെറ്റാണ്. ഗോപ്രോയുടെ ബാറ്ററി എപ്പോൾ വേണമെങ്കിലും ഓഫാകാം. സോ ഇൻ കേസ് ഓഫ് ആവുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എക്സാക്ട്ലി എത്ര കിലോമീറ്റർ ഓടി എത്ര കാര്യങ്ങൾ എന്നുള്ളത് കറക്റ്റായിട്ട് ഇട്ടേക്കാം ഗൈസ്. വീടിനടുത്ത് എത്താറായി. സോ ഇതുവരെ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 222.2 കിലോമീറ്ററാണ് നമ്മൾ വണ്ടി ഓടിച്ചു ടോട്ടൽ. ഇപ്പം വീടെത്തിയില്ല. വീടെത്തുന്ന പറയാൻ എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. 222.2 കിലോമീറ്റർ നമ്മൾ വീടെത്തുമ്പോഴത്തേക്ക് ആകും. ആൻഡ് ഇന്നത്തെ ട്രിപ്പ് വളരെയധികം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ട്രിപ്പായിരുന്നു. ഐ റിയലി എൻജോയ് ദിസ് ട്രിപ്പ്. കാരണം നിങ്ങൾക്ക് എന്താണ് ഈ ട്രിപ്പിൽ നിന്ന് തോന്നിയെന്ന്, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ, ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ, അതുപോലെ തന്നെ 360 വീഡിയോസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ ക്ലോസ് ചെയ്യാം. ഒരുപാട് വീഡിയോ ലോങ് ആയെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ചെറിയൊരു ബൈ ഗായ്സ്. അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.